ഓം ശാന്തി. ജാനകി ദാദേജിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വതനത്തിലേക്ക് ബാബ വിളിച്ചപ്പോൾ വതനത്തിൽ ഞാൻ ബാബയുടെ മുന്നിൽ എത്തിച്ചേർന്നു. വതനത്തിലെ ദൃശ്യം വളരെ സന്തോഷത്തിൻ്റേതായിരുന്നു. കളി വിനോദങ്ങളുടേതുപോലെ ആയിരുന്നു. നമ്മുടെ ബാബയോടൊപ്പം ദാദി ജാനകി ജിയും ഉണ്ടായിരുന്നു. നമ്മളേവരെയും തൻ്റെ കൈകളിൽ ഒതുക്കി സ്നേഹവും നൽകുന്നുണ്ടായിരുന്നു. പിന്നെ 2 മിനിറ്റുകൾക്ക് ശേഷം ദാദിയുടെ കൈകൾക്കുള്ളിൽ വിശ്വത്തിൻ്റെ ഗ്ലോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് കുട്ടികളായ നമ്മളെ ആശ്ലേഷിക്കുന്നുണ്ടായിരുന്നു, മറുഭാഗത്ത് മുഴുവൻ വിശ്വത്തെയും ദാദി കൈകൾ കൊണ്ട് ഗ്ലോബ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ദാദി ഇന്ന് ഈ ഒരു കളി കളിക്കുകയാണല്ലോ. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ കാണിച്ചു തന്നത് ഇതാണ്. പ്രകാശ്മണി ദാദി, ഗുൽസാർ ദാദി, ജാനകി ദാദി, നിർവേർ ഭായി, അഡ്വാൻസ് പാർട്ടിയിലെ മറ്റ് സഹോദരി സഹോദരന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് ചിറ്റ് ചാറ്റ് നടത്തുകയായിരുന്നു. അവരുടെ ചിറ്റ് ചാറ്റ് ഇതായിരുന്നു: മുഴുവൻ വിശ്വത്തിനും സന്ദേശം ലഭിച്ചുവോ? അതും എത്രയും വേഗത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെ? ബാബ പറഞ്ഞു, ദാദിമാർ പരസ്പരം അഭിപ്രായം എടുക്കുകയാണ്. ലോകത്തിൽ എല്ലാ പ്രകാരത്തിലുമുള്ള വിനാശത്തിൻ്റെ, അതായത് ഏത് പ്രകാരത്തിലുള്ള ദുഃഖത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയാലും അത് വിശ്വവ്യാപിയാണ്. എന്നാൽ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷവാർത്ത ലഭിച്ചിരിക്കുകയാണ്. പുതിയ യുഗത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും. ബാബ പറഞ്ഞു, പൊതുവെ വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട്, എന്നാൽ അല്പം സേവനം അവശേഷിക്കുകയാണ്. അതും എത്രത്തോളം വേഗത്തിൽ പൂർത്തീകരിക്കും? ബാബ പറഞ്ഞു, ഒരു ഭാഗത്ത് തൻ്റെ പരിധിയില്ലാത്ത പരിവാരം അഥവാ യജ്ഞം, മറുഭാഗത്ത് ഈശ്വരീയ സേവനങ്ങൾ ഉണ്ട്. രണ്ടും സമ്പന്നമാവുക തന്നെ വേണം. അപ്പോൾ അതിനുവേണ്ടി എത്ര സാധിക്കുമോ അങ്ങനെയുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിനെക്കുറിച്ച് ബാബ പറഞ്ഞു, ഏതെങ്കിലും പ്രകാരത്തിൽ പ്രസിദ്ധരായ മുഖ്യമായ ആൾക്കാർ ആരാണോ, സയൻറ്റിസ്റ്റ് ആകട്ടെ, റിലീജിയസ് ലീഡർ ആകട്ടെ, മറ്റാരെങ്കിലും ആകട്ടെ, നാളെയോ മറ്റന്നാളെയോ വിനാശം ഉണ്ടാകും എന്നല്ല, വളരെ നീണ്ട സമയം ഉണ്ടാകണം എന്നൊന്നുമില്ല. ഇന്ന് നമ്മുടെ അടുക്കൽ സാധനങ്ങൾ ഉണ്ട്. ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഇവയിലൂടെയെല്ലാം ചെയ്യുന്നു. ബാബ പറഞ്ഞു, സാധന ചെയ്യുക തന്നെ വേണം. എന്നാൽ സാധനത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. വിസ്താരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാകും. പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആകാം, പരസ്പരമുള്ള ശത്രുത കാരണമാകാം. എന്നാൽ ഒരു ദിവസം വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ സമയത്തെ പൂർണ്ണ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യൂ, ഉപയോഗിക്കൂ. മുഴുവൻ വിശ്വത്തിലും സന്ദേശം എത്തിക്കൂ. അതിനുശേഷം ബാബ ജാനകി ദാദിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ ജാനകി ദാദി, പരസ്പരമുള്ള വ്യവഹാരം, പരസ്പരമുള്ള സംബന്ധം, അതിനെക്കുറിച്ച് ദാദിയുടെ ഒരു സ്ലോഗൻ ഇതായിരുന്നു: സമീപ സംബന്ധത്തിൽ സുഖമുണ്ട്. നമ്മളോട് പറയുമായിരുന്നു, സമീപമിരിക്കൂ. ദാദി ബാബയുടെ സമീപത്തായിരുന്നു. സമീപത്തിരിക്കുകയാണെങ്കിൽ അന്യോന്യം സുഖം ലഭിക്കും. ദാദി
ആരോടെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ ആത്മീയ സംഭാഷണം തീർച്ചയായും ചെയ്യുമായിരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മീയ സംഭാഷണം നടത്തുമായിരുന്നു. അതിലൂടെ എന്തുണ്ടാകുന്നു? പരസ്പരം ഒരു ആത്മീയ സ്നേഹവും സംബന്ധവും ലക്ഷ്യവും എല്ലാവർക്കും ഉണ്ടാകുമായിരുന്നു. ദാദി പറഞ്ഞു, അത് നിങ്ങളെല്ലാവരും തുടരണം. അന്തരീക്ഷം ജ്ഞാനയുക്തം ആയിരിക്കണം, യോഗബലം ഉണ്ടായിരിക്കണം. ദാദി പറഞ്ഞു, നോക്കൂ, സേവനം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ പറഞ്ഞു, 3 സേവനങ്ങളും ഒരുമിച്ചുണ്ടായിരിക്കണം: മനസ്സ, വാച, കർമ്മണ. അതിൽ പൂർണ്ണ സന്തുലനം ഇല്ല. വാണിയുടെ സേവനവും ആവശ്യമാണ്. കർമ്മം കൊണ്ടും ഓരോ പ്രകാരത്തിലുമുള്ള സേവനം ചെയ്യണം. അത് ഉദാഹരണമായി മാറിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം നമ്മുടെ പക്കലുണ്ടോ അതിനെ സഫലമാക്കി ചെയ്യണം. അപ്പോൾ വാണി കൊണ്ടും സേവനം നടക്കുന്നു, കർമ്മത്തിലൂടെയും സേവനം നടക്കുന്നു. മനസ്സായുടെ പെർസെൻറ്റേജ് അല്പം കുറവാണ്. അതിനാൽ എല്ലാവരും ശ്രദ്ധ നൽകണം. ഏതുപോലെ ബാബ തൻ്റെ സങ്കല്പ ശക്തി കൊണ്ട് മുഴുവൻ വിശ്വത്തിൻ്റെയും സേവ ചെയ്തു. അപ്പോൾ ഡബിൾ വിദേശികൾ വരാൻ തുടങ്ങി. നമ്മൾ ബാബയുടെ സങ്കല്പത്തിൻ്റെ രചനയാണ് എന്ന് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങളുടെയും സംഘടന അഥവാ പരിവാരം വളരെ സുന്ദരമായി തോന്നുന്നുണ്ടായിരുന്നു. വളരെയധികം സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. ബാബ ശ്രദ്ധ വരുത്തുന്നുമുണ്ടായിരുന്നു. ജാനകി ദാദി വിശ്വത്തിന് ദൃഷ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയുമായിരുന്നു. പിന്നെ ബാബ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു, നോക്കൂ, ഓരോ കുട്ടിയും വളരെയധികം പ്രയത്നിക്കുന്നു. തൻ്റെ ഉന്നതിക്ക് വേണ്ടിയായാലും സേവനത്തിന് വേണ്ടിയായാലും അതിനുള്ള ആശംസകൾ ബാബ നൽകുന്നു. എന്നാൽ അതിനോടൊപ്പം ബാബ പറഞ്ഞു, താങ്കൾ സമ്പൂർണ്ണ സ്ഥിതിയിൽ നിന്നും 2 ചുവട് അകലത്തിലാണ്. എന്നാൽ ഇനിയും ഒരല്പം അറ്റൻഷൻ നൽകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രകാശം വ്യാപിക്കും. അതിലൂടെ മുഴുവൻ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം വേഗം സമ്പന്നമാകും. ഇപ്രകാരം പറഞ്ഞ ശേഷം ജാനകി ദാദി ഒപ്പം സേവനം ചെയ്യുന്ന സഹോദരിമാരെയും എല്ലാവരെയും കൈകളിൽ ഒതുക്കി. ചെറിയ കൈകൾ ആയിരുന്നുവെങ്കിലും മുഴുവൻ വിശ്വവും ഉൾക്കൊള്ളപ്പെട്ടു. പിന്നെ അവിടെ നിന്നും വിട പറഞ്ഞു. ബാബ എല്ലാവർക്കും വേണ്ടി വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ഓം ശാന്തി.